അപ്പൊ മൈജിയാണ് വിഷയം. മൈജിയുടെ തട്ടിപ്പുകൾ ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് മിണ്ടാതിരിക്കാൻ കഴിയുക? എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. കോഴിക്കോട് പുതിയ സ്റ്റാൻഡിന് സമീപമുള്ള 3G എന്ന് പറയുന്ന ഒരു മൊബൈൽ ഷോപ്പ്. കേരളത്തിലെ ചില പ്രധാന നഗരങ്ങളിൽ മാത്രം മൊബൈൽ വിറ്റിരുന്ന ഒരു ചെറിയ മൊബൈൽ ഷോപ്പ്. 3G എന്ന പേരിലുള്ള ആ ഷോപ്പ് പിന്നീട് 5G ആയി മാറി. അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവര് വീണ്ടും പേര് മാറ്റി. അങ്ങനെയാണ് ഇന്ന് കേരളം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ഇലക്ട്രോണിക് റീറ്റെയിൽ ഭീമന്മാരായിട്ടുള്ള മൈജി ഉണ്ടായത്. പെട്ടെന്നായിരുന്നു മൈജിയുടെ വളർച്ച. എവിടെ നോക്കിയാലും മൈജിയുടെ പരസ്യങ്ങൾ. എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജ് മുഴുവനും മൈജിയുടെ പരസ്യങ്ങൾ കൊണ്ട് നിറഞ്ഞു. ബിഗ് ബോസ് പോലുള്ള വലിയ വലിയ റിയാലിറ്റി ഷോകളുടെ സ്പോൺസർഷിപ്പ് മൈജി ഏറ്റെടുക്കാൻ തുടങ്ങി. മോഹൻലാലിനെയും ടോവിനോയെയും മഞ്ജു വാര്യറെയും പോലെയുള്ള വമ്പന്മാരെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയി രംഗത്തിറക്കാൻ തുടങ്ങി. ഇവരൊക്കെ ഒരു നേരം വന്ന് അഭിനയിക്കാൻ വേണ്ടി എത്ര പൈസ കൊടുക്കേണ്ടി വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കോടികൾ മുടക്കേണ്ടി വരും. പക്ഷെ അതൊന്നും ഒരു കൂസലുമില്ലാതെ അവർ ചെലവാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ മൈജിയോളം പരസ്യം ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ബൈജൂസ് ഉണ്ടായിരുന്നു, അത് പൂട്ടിപ്പോയി. ഇപ്പൊ മൈജിയാണ് പരസ്യം ചെയ്യുന്നതിൽ ഒന്നാമത്. അതുപോലെ പ്രമുഖ ഇൻഫ്ലുവൻസർമാർ ഉൾപ്പെടുത്തി കിടിലം പരസ്യങ്ങൾ മൈജി ചെയ്യാൻ തുടങ്ങി. കോടികളുടെ ഓഫറുകളും സമ്മാനങ്ങളും പ്രഖ്യാപിച്ചു. അങ്ങനെ കേരളത്തിലെ ഇലക്ട്രോണിക് ഗൃഹോപകരണ മേഖലയെ മൈജി ഒന്നാകെ വിഴുങ്ങി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാൽ ഒരു വമ്പൻ കോർപ്പറേറ്റ് കമ്പനിയായി വളരുന്നതിനോടൊപ്പം തന്നെ ഒരു പ്രധാന സംഗതി മൈജിക്ക് നഷ്ടമാവുകയും ചെയ്തു. അത് ബിസിനസിന്റെ അടിസ്ഥാന തത്വമായിരുന്നു. ബിസിനസ്സിലെ കിങ് എന്ന് പറയുന്നത് കസ്റ്റമർ ആണെന്നുള്ള അടിസ്ഥാന തത്വം അവർ മറന്നുപോയി. അല്ലെങ്കിൽ മനഃപൂർവ്വം അവർ മറന്നു കളഞ്ഞു എന്ന് തന്നെ പറയാം. ബിസിനസിന്റെ അടിസ്ഥാന മര്യാദകളെല്ലാം മൈജി കാറ്റിൽ പറത്താൻ തുടങ്ങി. സാധാരണക്കാരായ ഉപഭോക്താക്കളെ പറ്റിക്കുന്ന പരിപാടിയിലേക്ക് മൈജി കടന്നു. പലതരത്തിലുള്ള പറ്റിക്കലുകൾ. തങ്ങൾ ഇത്രയും വലിയ ബ്രാൻഡായി വളരാൻ സഹായിച്ച കസ്റ്റമേഴ്സിന് പുല്ലുവില നൽകിക്കൊണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് മൈജിയുടെ വളർച്ച. എത്ര കസ്റ്റമേഴ്സ് ആണ് മൈജിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. മൈജിയുടെ തട്ടിപ്പിനായിട്ടുള്ള ഒരു അമ്മയെയും മകനെയും കുറിച്ച് കൃത്യം ഒരു വർഷം മുമ്പേ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മകന്റെ പഠനാവശ്യത്തിന് വേണ്ടി ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ പോയതായിരുന്നു ഈ അമ്മയും മകനും. അങ്കമാലിയിലുള്ള മൈജിയുടെ ഷോറൂമിലേക്കാണ് അവർ പോയത്. അങ്ങനെ അവിടെ നിന്നും ലാപ്ടോപ്പ് വാങ്ങിയ ശേഷം അവർ വീട്ടിലേക്ക് തിരിച്ചു. ശേഷം ആ ലാപ്ടോപ്പ് ഓൺ ആക്കിയതിനു ശേഷം അതിന്റെ ഡിസ്പ്ലേ വർക്ക് ആവുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും ഡിസ്പ്ലേ വർക്ക് ആവുന്നില്ല. അങ്ങനെ അവരെന്താക്കി, ആ ലാപ്ടോപ്പ് പാക്ക് ചെയ്ത് നേരെ മൈജിയിലെത്തി. എന്നിട്ട് സംഭവം അവരെ അങ്ങ് ബോധിപ്പിച്ചു. വാറന്റ് ഉള്ള സാധനമായതുകൊണ്ട് തന്നെ മൈജി അവർക്ക് ഫ്രീ ആയിട്ട് റിപ്പയർ ചെയ്ത് കൊടുത്തു. പക്ഷെ റിപ്പയർ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പഴയ പ്രശ്നം തന്നെ. അങ്ങനെ വീണ്ടും അവരെന്താക്കി, മൈജിയിലേക്ക് പോയി. മൈജി അവർക്ക് വീണ്ടും റിപ്പയർ ചെയ്ത് കൊടുത്തു. അങ്ങനെ 3-4 വട്ടം ആവർത്തിച്ചു. എന്നിട്ടും ഈ പ്രശ്നം സോൾവ് ആയില്ല. അതുകൊണ്ട് ഈ കസ്റ്റമർ എന്താക്കി, റീഫണ്ട് ചോദിച്ചു. മൈജി ആണെങ്കിലോ റീഫണ്ട് കൊടുക്കാനും തയ്യാറായില്ല. വിറ്റ സാധനം ഒരു കാരണവശാലും തിരിച്ചെടുക്കില്ല എന്ന നിലപാടായിരുന്നു മൈജിക്ക്. അങ്ങനെ ഇവരെന്താക്കി, പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് വരെ ഇടപെടേണ്ടി വന്നു. പക്ഷെ എന്നിട്ട് പോലും മൈജി കുലുങ്ങിയില്ല എന്നുള്ളതാണ്. അവസാനം ഗതി കെട്ടിയ അമ്മക്കും മകനും ഒരു ഓൺലൈൻ മീഡിയക്ക് മുന്നിൽ വന്ന് താങ്കളുടെ അനുഭവം തുറന്നു പറയേണ്ടി വന്നു. ഇതുപോലെ എത്ര ആളുകൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഏകദേശം 4 മാസം മുമ്പ് പത്രത്തിലെ പരസ്യം കണ്ട് മൈജിയിൽ പോയി സാധനം വാങ്ങി പറ്റിക്കപ്പെട്ട ഒരു വയോധികന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് ഓർക്കുന്നുണ്ടാകും. അത്യാവശ്യം റീച്ച് ആയ ഒരു വീഡിയോ ആയിരുന്നു അത്. സംഭവം എന്തായിരുന്നു എന്ന് വെച്ചാൽ 3299 രൂപയുടെ ബിരിയാണി പോട്ട് വെറും 1200 രൂപക്ക് ഓഫറിൽ കൊടുക്കുന്നു എന്ന് കണ്ട് ഈ വയസ്സനായിട്ടുള്ള മനുഷ്യൻ എന്താക്കി, പെട്ടെന്ന് തന്നെ മൈജിയിൽ പോയി ബിരിയാണി പോട്ട് വാങ്ങി. പക്ഷെ വാങ്ങിക്കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ബിരിയാണി പോട്ടിന്റെ യഥാർത്ഥ വില 3200 രൂപയല്ല 1800 രൂപയാണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കുന്നത്. സംഭവം ഇദ്ദേഹത്തിന് വില കുറവിലാണ് സാധനം കിട്ടിയതെങ്കിലും വലിയൊരു തട്ടിപ്പ് തന്നെയാണ് അവിടെ നടന്നത്. വില കൂട്ടിയിട്ട് കാണിച്ച ശേഷം ഓഫർ ഇട്ട ആളെ പറ്റിക്കുന്നത് ഒരിക്കലും നല്ല കാര്യമല്ലല്ലോ. അങ്ങനെ ഈ പ്രായമായ മനുഷ്യൻ എന്താക്കി, ഈ കാര്യവും പറഞ്ഞുകൊണ്ട് നേരെ മൈജിയിലേക്ക് പോയി. പക്ഷെ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റമാണ് മൈജിയിലെ സ്റ്റാഫിൽ നിന്നും ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. സാധനം വാങ്ങാൻ പോയ സമയത്ത് സാറേ എന്നും പറഞ്ഞ് സോപ്പിട്ട് പിന്നാലെ നടന്നവർ തന്നെ ഒരു പരാതി പറയാൻ പോയപ്പോൾ അദ്ദേഹത്തെ മൈൻഡ് പോലും ചെയ്തില്ല. ഒടുവിൽ അദ്ദേഹത്തിന് കൺസ്യൂമർ കോർട്ടിൽ വരെ പരാതി കൊടുക്കേണ്ടി വന്നു. ആ പരാതിക്ക് മേൽ അദ്ദേഹത്തിന് അനുകൂലമായി കോടതി വിധിയും വന്നു. പക്ഷേ വെറും 10,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു മൈജിക്ക് മേൽ കോടതി വിധിച്ചത്. ഈ 10,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ മൈജിയെ സംബന്ധിച്ചിടത്തോളം എത്ര ചെറിയ തുകയാണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ഇതുപോലെ പലരും മൈജിക്കെതിരെ കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൈജിക്കെതിരെ തന്നെയാണ് ഒട്ടുമിക്ക കേസുകളിലും കോടതി വിധി വരാറുള്ളത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതുപോലെ 10,000 രൂപയ്ക്കായിരിക്കും ഫൈൻ ഈടാക്കുന്നത്. അതൊന്നും മൈജി ഒരു തരത്തിലും ഏൽക്കാൻ പോണില്ലല്ലോ. കോടികളുടെ പരസ്യം ചെയ്യുന്നവർക്ക് എന്ത് 10,000 രൂപ അല്ലെ. എത്ര കേസ് വന്നാലും അവർക്ക് പുല്ലുപോലെ നേരിടാൻ കഴിയും. പക്ഷെ വിശ്വാസം എന്നൊരു സംഗതിയും അത് പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടിയെന്ന് വരില്ല. അതാണ് മൈജിക്കാർ മറന്നു പോകുന്നത്. എന്തായാലും ഇത്രയും നമ്മൾ പറഞ്ഞതല്ലേ. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയി മൈജിയിൽ നിന്നും ഒരു യൂട്യൂബർക്ക് ഒരു മോശം അനുഭവം നേരിടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അനുഭവം നമുക്ക് കണ്ടുനോക്കാം. കുറച്ച് നാളുകളായി ഞാൻ വീഡിയോ ഇട്ടില്ല. അതിന് കാരണം തന്നെ എൻ്റെ യൂട്യൂബ് വീഡിയോകൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ലാപ്ടോപ്പ് കേടായതുകൊണ്ടാണ്. അത് നന്നാക്കാനായി 2025 നവംബർ 26 പെരുമ്പാവൂർ മൈജി ഫ്യൂച്ചറിൽ ഞാൻ ലാപ്ടോപ്പ് കൊടുക്കുന്നു. അന്ന് വൈകിട്ട് ലാപ്ടോപ്പ് ഫാൻ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കോൾ വന്നതല്ലാതെ 3-4 ദിവസങ്ങൾ ആയിട്ടും ഒരു അപ്ഡേറ്റും ലഭിക്കാതെ വന്നപ്പോൾ ഞാൻ ലാപ്ടോപ്പ് തിരികെ വാങ്ങിക്കാൻ ചെന്നു. ഞാൻ ലാപ്ടോപ്പ് വാങ്ങി തിരികെ എത്തിയപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ബാക്കി ഭാഗം പൊട്ടിച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ബോഡി ഫുൾ രണ്ടായിട്ട് വിടർന്നു പോകുന്ന അവസ്ഥയിലായി. മൈജിയിൽ വിളിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും തെറ്റുണ്ടായിട്ടില്ല, എന്റെ തെറ്റാണെന്ന് അവർ വാദിച്ചു. അവസാനം അവർ നന്നാക്കി തരാം എന്ന് പറഞ്ഞ് എന്നെ അവിടേക്ക് വിളിച്ചു. ഞാൻ ലാപ്ടോപ്പ് കൊടുത്ത് തിരിച്ചെത്തി. 3-4 ദിവസങ്ങൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നതേയില്ല.
അവസാനം നേരിട്ട് ചെന്നപ്പോൾ സോറി പറച്ചൽ. ഞാൻ ദേഷ്യപ്പെട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഓർത്തത് പാവപ്പെട്ട പലരും ഇവരുടെ സ്ഥാപനത്തിൽ വരും, അവരെ പറ്റിച്ച് കാശുണ്ടാക്കലായിരിക്കും ഇവിടെ മെയിൻ പരിപാടിയെന്ന്. അങ്ങനെ അതാണ് സാധാരണക്കാരെ പറ്റിക്കുക എന്നുള്ളത് തന്നെയാണ് മൈജി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. മൈജിയുടെ പല ഷോറൂമുകളിലായി നേരിടേണ്ടി വന്ന മോശം അനുഭവത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ എത്ര ആളുകളാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ചില ആളുകൾ താങ്കളുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് വീഡിയോകൾ വരെ ചെയ്തു. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. നമ്മൾ സെപ്റ്റംബർ 2 ഇവിടുന്ന് ലാപ്ടോപ്പ് എടുക്കുന്നത്. അത് മോൻ ബിടെക് പഠിക്കുകയാണ്, ലാസ്റ്റ് ഇയർ ആണ്. അവന്റെ എക്സാമിന്റെ കാര്യങ്ങൾക്കായിട്ടാണ് നമ്മൾ PMI ലാപ്പ് എടുത്തത്. ഫസ്റ്റ് അടവ് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ലാപ്പ് എടുത്തു. സെപ്റ്റംബർ 2 എടുത്ത ലാപ്പ് സെപ്റ്റംബർ 20 എടുക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി യൂസ് ഉണ്ടായില്ല, മോൻ എക്സാം നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഉപയോഗിക്കാൻ തുടങ്ങി ഒരു ഹാഫ് അവർ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലാപ്പ് ഓഫായി, ഡിസ്പ്ലേ ഓഫായി, ലാപ്പ് ഓഫ് അല്ല, ഡിസ്പ്ലേ തന്നെ ഓഫായി പോയി. പിന്നെ ഡിസ്പ്ലേ അണങ്ങുന്നില്ല, പക്ഷെ ലാപ്പ് ഓണിലിരിക്കുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രാത്രിയായിരുന്നു, ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല, ക്ലോസ് ആയിരുന്നു. ഇവരോട് വിളിച്ച് നമ്മൾ കാര്യം പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും ഇതിന്റെ ചാർജ് ഇറങ്ങിപ്പോയി. നമ്മൾ വീണ്ടും പ്ലഗ് ചെയ്യുമ്പോൾ ലാപ്പ് ഓൺ ആയിട്ടുണ്ട്. അന്നേരം ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ അവർ പറഞ്ഞു പുതിയത് എടുത്തപ്പോൾ അതിൽ കുറച്ച് അപ്ഡേഷൻസ് ചെയ്യാൻ ബാലൻസ് കിടപ്പുണ്ട്, അതിന്റെയാണെന്ന് പറഞ്ഞു. അവർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ തന്നെ സാധനം തിരിച്ചു വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഇത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാപ്പ് ഡിസ്പ്ലേ ഓഫ് ആവുക. അത് ആ ചാർജ് തീരുന്നവരെ ലാപ്പ് ഓൺ ആയിരിക്കും, ഡിസ്പ്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും പ്ലഗ് ചെയ്യുമ്പോൾ ഇത് ഓൺ ആകും. നമ്മൾ ഇവർക്കിടയിൽ വീണ്ടും കൊണ്ടു കൊടുത്തു. അന്നേരം കൊണ്ട് ഇവർ വീണ്ടും സർവീസിന് വിട്ടില്ല. അത് കഴിഞ്ഞത് യൂസ് ചെയ്ത് മൂന്നാമത് പിന്നെയും ഒരു കംപ്ലൈന്റ് വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ കംപ്ലൈന്റ് ആയി. പിന്നെ നമ്മൾ കൊണ്ടുവന്നു. അന്നാ ചേട്ടൻ നമുക്ക് പ്രോമിസ് ചെയ്തു ഇനി ഇതിനൊരു ഇഷ്യൂ വന്ന റീപ്ലേസ്മെന്റ് ആണ്, ഇനി നമ്മൾ സംസാരിക്കുന്നൊന്നുമില്ല ഇവിടെ. അപ്പൊ ഞാൻ ചോദിച്ചു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു DOI വിടാം, അങ്ങനെ എങ്ങനെയാ റീപ്ലേസ്മെന്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കൊണ്ടുപോയ ലാപ്പ് പിന്നെയും യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെയും കംപ്ലൈന്റ് ആയി. അപ്പൊ അന്ന് നമ്മുടെ അടുത്ത് വന്ന ശരത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് വന്നത്. ആള് പറഞ്ഞ ആളാണ് ഇവിടുത്തെ ടെക്നിക്കൽ സൈഡിന്റെ ഹെഡ്. അപ്പോൾ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും പുള്ളിനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പർ തന്നു പുള്ളിയുടെ. അത് കഴിഞ്ഞ് ഇഷ്യൂ വന്നു നമ്മൾ ഈ ശരത്ത് എന്ന് പറയുന്ന ചേട്ടനെ ഞാൻ വിളിച്ചു. രാത്രി വിളിച്ച കാര്യം പറഞ്ഞു. ആളെ അടുത്ത് പറഞ്ഞു നാളെ രാവിലെ ഞാൻ വിളിക്കാം, അപ്പൊ ലാപ്പ് കൊണ്ട് വന്നാൽ മതി, ഞാൻ പറയാം എന്താ ചെയ്യേണ്ടതെന്ന്, നമുക്ക് കുറച്ച് പേപ്പർ വർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ ആളുടെ അടുത്ത് 5-ാമത്തെ എടുത്ത് ചോദിച്ചു, ചേട്ടാ വിളിക്കില്ല, കാരണം നമ്മൾ വിളിച്ചവരാരും ഫോൺ എടുക്കാറില്ല ഇപ്പോൾ. അപ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചു, ആ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. പിറ്റേന്ന് രാവിലെ വിളിച്ചു കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ടുള്ള ദിവസം വിളിച്ചു കിട്ടിയില്ല. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, റിപ്ലൈ ഇല്ല. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച എക്സാം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഈ 2 ആഴ്ച ഗ്യാപ്പിൽ ഒരു 4-5 വട്ടം ലാപ്പ് ഓഫ് ആയി പോയി. പിന്നെ ലാസ്റ്റ് ആഴ്ച നമ്മൾ ലാപ്പ് എടുത്തു വെച്ചു, യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എടുത്തു വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു ഇനി റീപ്ലേസ്മെന്റ് ആണ്, നിങ്ങൾ ബോക്സ് ഒക്കെ റെഡിയാക്കി വെച്ചോ, ബോക്സ് ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ഫുൾ ഇതാക്കി. പിറ്റേന്ന് കൊടുത്തു വന്ന ലാപ്പ് പിറ്റേന്ന് നമ്മൾ പിന്നെയും സർവീസ് സെന്ററിൽ നിന്ന് അവർ വിളിച്ചു. അവർ സർവീസ് സെന്ററിൽ നിന്ന് വിളിച്ചാൽ ചോദിക്കുന്ന സെയിം ചോദ്യം, എന്താണ് പ്രശ്നം, ഇതാണോ പ്രശ്നം, അതാണോ, അവർ നോക്കിയിട്ട് കണ്ടില്ല, അങ്ങനെ ഇങ്ങനെയാണൊക്കെ പറഞ്ഞ്. അപ്പൊ ഞങ്ങൾ പിന്നെയും ഇവിടെ വിളിച്ച് അവരുടെ അന്വേഷിച്ചു. റീപ്ലേസ് പറഞ്ഞ സാധനം സർവീസ് സെന്ററിൽ വരേണ്ട ആവശ്യമില്ലല്ലോ ഇവർക്ക്. അപ്പോൾ ഇവർ പറയാ നമുക്ക് റീപ്ലേസ്മെന്റിന് ഒരു ഓപ്ഷൻ ഇല്ല, റീപ്ലേസ്മെന്റ് അവിടെ നിന്നാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. സർവീസ് സെന്ററിലേക്ക് വിളിച്ച് റീപ്ലേസ്മെന്റിന്റെ കാര്യം ചോദിക്കുമ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയും റീപ്ലേസ് ചെയ്യേണ്ടത് ഇവരാണ്, അവർക്ക് റീപ്ലേസ്മെന്റ് അവർക്ക് ആകെ 1 ഇയർ വാറന്റിയുടെ ഓപ്ഷനേ ഉള്ളൂ, അല്ലാണ്ട് റീപ്ലേസ്മെന്റിന്റെ ഓപ്ഷൻ അവർക്കില്ല. വിളിച്ചിട്ട് മൈജിയിൽ നിന്നുള്ള ആളുകൾ ഇത് അടക്കണം എന്നുള്ള രീതിയിലേക്ക് ഭീഷണിപ്പെടുത്തുകയും ആ ഭീഷണിപ്പെടുത്തിന്റെ ഭാഗമായിട്ട് ഇവരുടെ ഡെത്ത് തുക, അതായത് മരണപ്പെട്ട വ്യക്തിയുടെ ഇൻഷുറൻസ് തുക ഇവർക്ക് 2 മാസത്തിനുള്ളിൽ അനുവദിക്കപ്പെടും. ആ അനുവദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടക്കുന്ന പൈസ നിങ്ങൾക്ക് തിരിച്ചെടുക്കാമെന്ന ഉറപ്പ് കൊടുത്തിട്ടാണ് ഈ പറയുന്ന പാവപ്പെട്ട ഈ പറയുന്ന യുവാക്കളിൽ നിന്ന് ഈ മൈജി സ്ഥാപനം പൈസ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നിരവധി തവണ ഇതിന്റെ ഭാഗമായിട്ട് പല വിധത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഇവിടെ ഹാജരാക്കാൻ പറ്റും. മൈജിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതാണത്. നമ്മുടെ Insta360 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമറയാണത്. അത് മൈജിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതാണ്. അതായത് ഒരു അറൌണ്ട് 29,000-30,000 റുപ്പീസ് അടുത്ത് വരുന്ന ഒരു ക്യാമറയാണത്. ഞാനിത് വാങ്ങി 2-ാമത്തെ ദിവസം മുതൽ ഈ സാധനം വർക്കിംഗ് അല്ല. അതായത് മാക്സിമം എനിക്ക് 5 മിനിറ്റിന്റെ അടുത്ത് പോലും വീഡിയോ എടുക്കാൻ ഇതിൽ പറ്റുന്നില്ല. ഇത് സാധനം ഹീറ്റ് ആവുക, അതുപോലെ തന്നെ ഓഫായി പോവുക, അങ്ങനെ ഒരുപാട് കംപ്ലൈന്റ്സ് ഈ സാധനത്തിനുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മൈജിയെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു വന്നോളും, നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു മൈജിക്കാർ. അപ്പൊ ഞാൻ അവരെ അടുത്ത് ചെന്നു. എന്നിട്ട് ഈ സാധനം കൊണ്ട് ചെന്നപ്പോൾ അവർ പറയുന്നത് 1 മന്ത് അതല്ല എന്നുണ്ടെങ്കിൽ 2 മാസം വരെ സമയം എടുക്കും ഇത് ശരിയാക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ, കാരണം ഇതിന്റെ സർവീസ് സെന്ററും കാര്യങ്ങളും അവരുടെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കാരണം 2-ാമത്തെ ദിവസമാണ് വാങ്ങി, ഫസ്റ്റ് ഡേ ഉപയോഗിച്ചു. അതായത് ഉപയോഗിക്കാൻ തുടങ്ങിയ 2-ാമത്തെ ദിവസം ഉപയോഗിക്കാൻ തുടങ്ങിയത്. ആ ഫസ്റ്റ് ഡേ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ഈ സാധനം ഹീറ്റ് ആവലും അതുപോലെ തന്നെ ഓഫായി പോകലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് നിങ്ങൾക്ക് മാറ്റി തന്നൂടെ ചോദിച്ചു. അതെല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് ഫണ്ട് റിട്ടേൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു മാറ്റി തരാനും കഴിയില്ല, ഫണ്ട് റിട്ടേൺ തരാനും കഴിയില്ല എന്ന് പറഞ്ഞു. കാരണം അവർ സർവീസ് ഉണ്ട്, വാറന്റിന്റെ കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ പൈസ 30,000 റുപ്പീസ് കൊടുത്താണ് നമ്മൾ ഈ സംഭവം വാങ്ങുന്നത്. അപ്പൊ ഈ സാധനം വാങ്ങിയത് എനിക്ക് ഒരു ഉപയോഗിക്കാനേ പറ്റിയിട്ടില്ല. ഈ സാധനം വാങ്ങി ഇപ്പൊ ഒരു 1 മന്തോളം ആയിട്ടുണ്ട്. അവര് എന്നോട് ഇടയ്ക്ക് വരാൻ പറയും, അപ്പൊ കാണിച്ചു കൊടുക്കും. അപ്പൊ അവർ പറയും കംപ്ലൈന്റ് ഇല്ല എന്ന് പറയും. അങ്ങനെ 1 മാസത്തോളം ഞാൻ അവരെ പിന്നാലെ തന്നെ നടന്നിട്ടുണ്ട്. എന്നിട്ട് അവസാനം ഞാനിപ്പോ ഒരു കാര്യം തീരുമാനിച്ചു. ഞാനിപ്പോ കൺസ്യൂമർ കോർട്ടിലൊരു കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചു. കണ്ടല്ലോ, ഇതൊക്കെ വെറും സാമ്പിൾ മാത്രം. ഏകദേശം 2 മാസം മുമ്പേ മറുനാട് മലയാളിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. പാലക്കാടിലെ ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെയുള്ള ഒരു സർക്കാർ LP സ്കൂളിലേക്ക് ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചു. അവർ ഓൾറെഡി സ്കൂളിലെ കുട്ടികൾക്ക് പാലും മുട്ടയും ഒക്കെ വാങ്ങിക്കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ ബാക്കി വരുന്ന പാലും മുട്ടയും ഒക്കെ സൂക്ഷിക്കാൻ ഒരു ഫ്രിഡ്ജ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ആ സ്കൂളിലെ അധ്യാപകരും PTA ആവശ്യപ്പെടുന്നു. അങ്ങനെ രാഷ്ട്രീയ പാർട്ടിക്കാരെന്താക്കി ആ ആവശ്യം അംഗീകരിച്ചു. മൈജിയിൽ നിന്ന് തന്നെ ഫ്രിഡ്ജ് വാങ്ങാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ഫ്രിഡ്ജ്
വാങ്ങി വെറും 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അത് കേടായി. അങ്ങനെ അവര് വീണ്ടും മൈജിയിലേക്ക് തന്നെ ചെന്നു. പക്ഷെ അവിടുത്തെ സ്റ്റാഫിൽ നിന്നും വളരെ മോശമായ പെരുമാറ്റമാണ് ഇവർക്ക് നേരിടേണ്ടി വന്നത്. ഒടുവിൽ അവർക്ക് മൈജിയുടെ ഷോറൂമിന് മുന്നിൽ വെച്ച് സമരം വരെ ചെയ്യേണ്ടി വന്നു. രാഷ്ട്രീയ പാർട്ടിക്കാരായതുകൊണ്ട് തന്നെ സമരം ചെയ്ത് നല്ല ശീലം ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്തായാലും ആ സംഭവത്തെ കുറിച്ച് മറുനാടിലേക്ക് വന്ന വാർത്ത ഒന്ന് കണ്ടോക്കാം. ഈ ഫ്യൂച്ചർ എന്ന ഒരു വലിയ ഇലക്ട്രോണിക് വ്യാപാര സംഘത്തിന്റെ കാര്യത്തിൽ ധാരാളം പരാതികൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. അത് തൊട്ടറിയുന്ന രീതിയിൽ, കയ്യെ തൊട്ട് പൊള്ളുന്ന രീതിയിൽ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായപ്പോഴാണ് പാർട്ടിയുടെ പാലക്കാട് മണ്ഡലം കമ്മിറ്റി സമരം സംഘടിപ്പിച്ചത്. പാലക്കാട് ടൗണിലുള്ള ഒരു സ്കൂളാണ് ഈ സുൽത്താൻപേട്ട LP സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂളാണ്. അവിടെ പഠിക്കുന്ന ഒരു 100ഓളം കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് വേണ്ടി പല കാര്യങ്ങളും ഞങ്ങളുടെ പാർട്ടി ഇടപെടാറുണ്ട്. ആ കുട്ടികൾക്ക് നിത്യേന ഓരോ മുട്ട വീതം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ്. അപ്പോഴാണ് അവർ ഞങ്ങളോട് ഓഗസ്റ്റ് മാസത്തിൽ പറഞ്ഞു, ഞങ്ങൾക്കൊരു ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജ് കിട്ടിയാൽ കൊള്ളാം, ബാക്കി വരുന്ന പാലോ മുട്ടയോ വല്ലതും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. ഉടനെ ഞങ്ങൾ വലിയൊരു സ്ഥാപനമല്ലേ മൈജി, എന്താ ഭയങ്കരമായ പരസ്യങ്ങളും ഒക്കെ അല്ലേ, ഞങ്ങൾ അവിടെ പോയി ഒരു ഫ്രിഡ്ജ് വാങ്ങി, കെൽവിൻ്റെ കമ്പനിയുടെ ഫ്രിഡ്ജ് വാങ്ങി അത് സ്കൂളിൽ കൊടുത്തു. അതൊരു 10-12 ദിവസം കഴിഞ്ഞപ്പോൾ അത് വർക്ക് ചെയ്യാതായി. അത് എന്ത് പറ്റി, അത് വർക്ക് ചെയ്യണില്ല. ഈ കമ്പനിയോട് മൈജി ഫ്യൂച്ചറിൽ വിളിച്ചു പറഞ്ഞു, അവർക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെ 10-12 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ ടെക്നീഷ്യൻ അയച്ചു. ആ ടെക്നീഷ്യൻ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ആദ്യം പറഞ്ഞു ഇതിന്റെ ബോർഡ് മാറ്റണം എന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞ ആൾ പറഞ്ഞു ഈ ഫ്രിഡ്ജ് എന്ത് മാറ്റിയാലും ശരി ഇത് വർക്ക് ചെയ്യില്ല. നിങ്ങൾ, ഞാൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ ഫ്രിഡ്ജ് മേടിച്ച് പുതിയ ഫ്രിഡ്ജ് മേടിച്ച് ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും 15 ദിവസത്തിന് അപ്പുറം പോവില്ല. അപ്പോഴത്തേക്കാണ് കേട് വന്ന് ഹെഡ് മാസ്റ്റർ വിളിച്ച് പറയുന്നത് നമ്മളെ. അങ്ങനെയാണ് നമ്മൾ അവരുടെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ടെക്നീഷ്യൻ വന്ന് നോക്കി. അവിടെ ആദ്യം പറഞ്ഞു ബോർഡ് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു, മൈജിയുടെ തന്നെ. എന്നിട്ട് അവർ വന്ന് പറഞ്ഞു അല്ല ഈ ഫ്രിഡ്ജ് വർക്ക് ശരിയാവില്ല, അത് വേറെ ഫ്രിഡ്ജ് വാങ്ങേണ്ടി വരും എന്ന് പറഞ്ഞു. 15 ദിവസം കഴിഞ്ഞൊരു 15 ദിവസം മാത്രമായിട്ടൊരു സാധനം ഇങ്ങനെ കംപ്ലൈന്റ് ആകുന്നത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കെൽവിനേറ്റർ എന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ബ്രാൻഡാണ്. AC, ഫ്രിഡ്ജ്, ഫ്രീസർ രംഗത്ത് വോൾട്ടാസും കെൽവിനേറ്ററുമാണ് അടിസ്ഥാനപരമായി പേരുകേട്ട കമ്പനികൾ. അവരുടെ പ്രൊഡക്റ്റ് ആണ് എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ വാങ്ങുന്നത്. പുതിയ ഒരു സംഗതിയാണ്. അതങ്ങനെ കേടുവരാൻ പാടില്ലല്ലോ. അത് കേടുവന്ന് കഴിഞ്ഞപ്പോൾ അതിലവർക്ക് ആശ്ചര്യമില്ല. മൈജിക്കാർക്ക് അത് സീരിയസ് ആയിട്ട് തോന്നുന്നില്ല. ഇലക്ട്രോണിക്സ് അല്ലേ, കേടുവന്നുണ്ടാവും എന്ന മട്ടിലാണ് അവരെടുക്കുന്നത്. നിർബന്ധം പറഞ്ഞപ്പോൾ അവർ വേറെ ഫ്രിഡ്ജ് തരാമെന്ന് പറഞ്ഞു. നമ്മൾ ചോദിച്ചൊരു ചോദ്യം, രണ്ടാമത് നിങ്ങൾ തരുന്ന ഫ്രിഡ്ജ് ഇതുപോലെ 30 ദിവസം കഴിഞ്ഞാവുന്ന കേടുവരില്ല എന്ന് എന്താണ് ഉറപ്പ്? അവർ പറഞ്ഞ ഇലക്ട്രോണിക്സിൽ അങ്ങനെയാണോ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പണം എടുത്ത് തന്നേക്ക്, ഞങ്ങൾ പോയി എവിടെന്നെങ്കിലും ഫ്രിഡ്ജ് വാങ്ങി. സ്കൂളിലെ കുട്ടികൾക്കാണ്, 8 വയസ്സ് താഴെയുള്ള LP സ്കൂളിലെ കുട്ടികൾക്കുള്ള സംഗതിയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ പണം ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തു കൊടുത്തത്. അത് അവർ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ചോദിക്കാൻ പോയതും ഒരു സമരമായി മാറിയതും. അതോടുകൂടിയിട്ടാണ് നാട്ടിലെ ആ കണ്ടമാനം ആൾക്കാർ മൈജി ഫ്യൂച്ചറിന്റെ പല വിധത്തിലുള്ള ഈ തട്ടിപ്പുകൾക്ക് ഇരയായ ആൾക്കാരെല്ലാം സംഘടിച്ചു വരുന്ന സംഗതി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഞങ്ങൾക്കറിയാം വലിയ കോടിക്കണക്കിന് രൂപ കൊടുത്ത് പരസ്യം ചെയ്യുന്ന കമ്പനിക്കാരായതുകൊണ്ട് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ, TV ചാനലുകളോ പത്രങ്ങളോ ഒന്നും ഞങ്ങളുടെ സമരത്തിന്റെ വാർത്ത ഇടില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അതാണ്, മുഖ്യധാര മാധ്യമങ്ങളിലൊന്നും മൈജിക്കെതിരെയുള്ള ഇത്തരം വാർത്തകൾ വരില്ല. എന്താണ് കാരണം? കോടികളുടെ പരസ്യമല്ലേ ഓരോ മാധ്യമ സ്ഥാപനങ്ങൾക്കും മൈജിയിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ആ മാധ്യമങ്ങളെല്ലാം മൈജിക്കെതിരെ വാർത്ത കൊടുക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പൊന്മുട്ടി ഇടുന്ന താറാവിന് ആരെങ്കിലും കൊല്ലുമോ? ഇല്ലല്ലോ. സോ മൈജിക്കെതിരെ എത്ര വലിയ പരാതികൾ വന്നാലും മുഖ്യധാര മാധ്യമങ്ങൾ കണ്ണടയ്ക്കും, സ്വാഭാവികം. പിന്നെ അവരുടെ തട്ടിപ്പുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പുകാരെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ സാധിക്കും. അതാണ് ഞാൻ അടക്കമുള്ള പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളും കൂടെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പൂച്ചക്കാര് മണി കിട്ടും അല്ലേ? എന്തായാലും നേരത്തെ കണ്ട വീഡിയോയുടെ ബാക്കി ഭാഗം കൂടി കണ്ടുനോക്കാം. ഫേസ്ബുക്കിൽ അതിന്റെ ഇന്നിപ്പോൾ ഉള്ളത് 4.5 ലക്ഷമോ 5 ലക്ഷമോ ആണ് അത് റീച്ച് ആയിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് താല്പര്യമുള്ള ഒരു വിഷയമാണ് മൈജി ഫ്യൂച്ചർ എന്ന കമ്പനി കാണിക്കുന്ന തൃപ്തികേടുകൾ, തെമ്മാടിത്തരങ്ങൾ, പ്രശ്നങ്ങൾ, ആളുകളെ വഞ്ചിക്കുന്നത്. അതൊക്കെ ആളുകൾക്ക് പൊള്ളിയത് കൊണ്ടാണ് ഇത്രയും വലിയ റീച്ച് ഞങ്ങൾക്ക് എത്തുന്നത്. അതേസമയം മുഖ്യധാര പത്രങ്ങളോ ചാനലുകളോ കാണിക്കാത്തത് അവർക്ക് കമ്പനിക്കാരുടെ കോടിക്കണക്കിന് രൂപ അവർക്ക് കിട്ടുന്നു എന്നതുകൊണ്ടാണ്. ഞങ്ങളുടെ ഇപ്പൊ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ സമരം നടത്തുകയുണ്ടായി കഴിഞ്ഞ ദിവസം, ആ സമരത്തിന്റെ വേർഡിക്റ്റ് എന്തായിരുന്നു? സമരത്തിൽ അവര് കമ്പനിക്കാര് ഞങ്ങൾ ചെന്ന് ഒരു അരമണിക്കൂർ വരെ സംസാരിക്കാൻ തയ്യാറല്ല, വർത്തമാനം പറയാൻ തയ്യാറല്ല, പുച്ഛത്തിൽ ആണ് അവർ. ഞങ്ങൾ സമരം തുടരുന്നു, നാട്ടുകാർ കൂടുന്നു, ജനങ്ങൾ അറിയുന്നു. പോലീസ് വന്നിട്ട് പോലീസിനും ഞങ്ങൾ പറയുന്നത് ന്യായമാണെന്ന് തോന്നിയപ്പോൾ പോലീസ് ഇടപെടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അതിനകത്ത് കോംപ്രമൈസ് ആയിട്ട് ആൾക്കാർ വന്ന്, രാഷ്ട്രീയ നേതാക്കൾ, പാർട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, വന്ന് കോംപ്രമൈസ് ആക്കിയിട്ട് ഞങ്ങൾ എന്ത് വേണം ചെയ്യാന്ന് മട്ടിലൊക്കെ അവർ വന്നു. അവിടെ ചോദ്യം, ഞങ്ങൾക്ക് പോയി ഞങ്ങൾക്കൊരു ഫ്രിഡ്ജ് കിട്ടി, അതിന്റെ പണം കിട്ടി അവസാനിപ്പിക്കുന്നതല്ല അല്ല സമരം. ഒരു സമരം ജനകീയ സമരമാകുമ്പോൾ ആ വിഷയം ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ശബ്ദമില്ലാത്ത, നാവില്ലാത്ത ആയിരക്കണക്കിന് ആളുകളുടെ കാര്യമായിരിക്കും അവിടെ വരുന്നത്. ഞങ്ങളവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സാധാരണക്കാരൻ വന്നു. അയാൾ പറഞ്ഞൊരു വാഷിംഗ് മെഷീൻ വാങ്ങി, അത് കേടുവന്നു, ഇവരെ വന്നിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ ആദ്യം വന്നവന്റെ സാറേ എന്ന് വിളിച്ചിരുന്ന വരുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്ക്, ഇങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറയലാണ്, ചെയ്തു തരുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളോട് വന്ന് പരാതി പറയാണ്.
ഞങ്ങൾ പിരിഞ്ഞു പോകുന്നതിന് മുമ്പായി തന്നെ അവിടെ വേറൊരാൾ വന്ന് അയാൾ വാങ്ങിയ എന്തോ ഒരു സിസ്റ്റത്തിന് കേടുവന്ന കാര്യം ഞങ്ങളോട് പറഞ്ഞു. ഇന്നേ ദിവസം രാവിലെ ഉണ്ടായ സംഭവമാണ്. ഇന്നലെ പോയി ഇന്ന് പോയി ഇതേ മൈജിയിൽ നിന്ന് ഒരു TV വാങ്ങിയ ഈ ഇതേ ബ്രാഞ്ചിൽ നിന്ന് ഒരു TV വാങ്ങിയ ലേഡി 12,000 രൂപയ്ക്ക് TV വാങ്ങി. അവർ GPay ചെയ്തപ്പോൾ പണം പോകുന്നില്ല. കുറച്ച് നേരം സ്റ്റക്കായി നിന്നു. അപ്പൊ അവർ കാർഡ് സ്വൈപ്പ് ചെയ്ത് പണം കൊടുത്തിട്ട് അവർ TVയുമായിട്ട് പോന്നു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ GPay സിസ്റ്റത്തിനകത്തുള്ള കേട് മാറിയപ്പോഴാണ് പണം പോയി. അപ്പോൾ മൈജിയുടെ കയ്യിൽ 24,000 രൂപ, 12 + 12 24,000 രൂപ കിട്ടിയത് ഒരു ചെറിയ TV. ആ 12,000 രൂപ തിരിച്ചു പോയി ചോദിച്ചപ്പോൾ അത് ഇന്ന് നാളെ വാ മറ്റന്നാ വാ എന്നിട്ട് പിന്നെ തരാം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അവര്. അത് ഇന്നുണ്ടായ സംഭവമാണ് മൈജിയിൽ. 12,000 രൂപ കൊടുത്ത് TV വാങ്ങി GPay സ്റ്റക്കായപ്പോൾ സ്വൈപ്പ് ചെയ്ത് അപ്പം തന്നെ പണം കൊടുത്തു പോയ ആളുടെ കാര്യത്തിൽ പിന്നെയും ആ GPayക്കകത്തുള്ള പ്രശ്നം തീർന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് 24,000 രൂപ എത്തി. 12,000 രൂപയുടെ TV കിട്ടിയിരിക്കുന്നത്. 12 തിരിച്ചു കൊടുക്കണ്ടേ? അത് കൊടുക്കുന്നില്ല. അത് കഥ പറയാണ് അവർ. ഇതാണ് സ്ഥിതി. മിനിഞ്ഞാന്നാണ് സമരം കഴിഞ്ഞത്. ഇന്നത്തെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ ആളെ ഞാൻ വ്യക്തമായ രീതിയിൽ അഡ്രസ് ചെയ്ത് തരാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ ചില അന്ന് ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ പോലീസുകാർ വന്നപ്പോൾ SIനോട് ചോദിച്ചു, അല്ല വക്കീലെ, ഞങ്ങൾ ഒരു കൺസ്യൂമർ കോടതി കേസ് കൊടുത്താൽ പോരെ? ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല. നാട്ടിൽ അനീതി നടക്കുമ്പോൾ കോടതി മാത്രമല്ല, ജനകീയ സമരങ്ങളുടെ വേദിയുണ്ട്. നാട്ടിൽ ജനകീയ സമരങ്ങൾ ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്ന പാർട്ടിക്കാരാണ് ഞങ്ങൾ. അപ്പൊ ഈ മൈജി കാണിക്കുന്നത്, ഇവര് പറഞ്ഞ് 25 കോടി രൂപയുടെ സമ്മാനം ആർക്കു കൊടുത്തു? ഇതേ രീതിയാണ് തുടരുന്നതെങ്കിൽ അടുത്ത ആഴ്ച ഞങ്ങൾ അടുത്ത നടപടി ആരംഭിക്കും. 25 കോടി സമ്മാനം കിട്ടിയ ആളുകളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെന്നും ചെയ്തില്ലെങ്കിൽ ചീറ്റിങ്ങിന് ഷാജിയുടെ പേര് കേസെടുക്കണം എന്ന് പറഞ്ഞ നടപടിയും സമരവും കേസും ഞങ്ങൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അത് മൈജി ആണെങ്കിലും ശരി, ആരാണെങ്കിലും ജനങ്ങളെ അങ്ങനെ പുല്ലുവരക്കെടുത്ത് പണത്തിന്റെ തിളപ്പില് പാവങ്ങളെ പറ്റിക്കാന്ന് വിചാരിച്ചാൽ ചോദിക്കണം, ആരെങ്കിലും ചോദിക്കണം. ഞങ്ങളുടെ ചോദ്യം, എന്തേ ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കാർ അവരിത് കാണുന്നില്ലേ? എന്തേ അവർ സമരരംഗത്തേക്ക് വരാത്തത്? എന്തേ അതാണ് ഒരു കുത്തക വളർന്നു വരികയും അവർ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യാനും എതിർക്കാനും കുറച്ച് ആളുകളെങ്കിലും ഉണ്ടാവണം. എന്നാലേ ജനാധിപത്യ രീതിയിൽ ഇവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇവിടെ മൈജിയുടെ മുന്നിൽ വെച്ച് ഇവർ ഒരു സമരം നടത്തിയപ്പോൾ ജനങ്ങൾ ആ സമരം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. മൈജിയിൽ നിന്ന് മോശം അനുഭവം നേരിട്ട് പലരും ആ സമരത്തിൽ പങ്കുചേർന്നു. കുറച്ച് പണം കയ്യിലുണ്ടെങ്കിൽ എന്ത് തെണ്ടിത്തരവും ഇവിടെ കാണിക്കാമെന്നുള്ള സ്ഥിതിഗതി ഉണ്ടാവരുതല്ലോ. കൂടുതൽ കളിച്ചാൽ ജനങ്ങൾ ഇടപെടുന്നുള്ള ഒരു പേടി എല്ലാവർക്കും ഉണ്ടാവുന്നത് നല്ലതാണ്. ഈ മൈജിയിൽ ഉപകരണങ്ങൾ വാങ്ങാൻ പോകുന്നവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ്. ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ടാണ് ഇതുപോലുള്ള സാധാരണക്കാർ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. മക്കളുടെ പഠനത്തിന്റെ കാര്യങ്ങൾ വരുമ്പോഴും അതുപോലെ മറ്റു പല ആവശ്യങ്ങൾ വരുമ്പോഴൊന്നും വേറെ വഴിയില്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും നല്ല മൊബൈൽ ഫോണും ഒക്കെ ഏതൊരു സാധാരണക്കാരനും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ. സോ ഉള്ള പൈസ ഒന്ന് ഉള്ളിപ്പെറുക്കി ഡൗൺ പേയ്മെന്റ് ചെയ്തു, ബാക്കിയുള്ള പൈസ EMI ഒക്കെ ഇട്ട് എങ്ങനെയും സാധനം വാങ്ങാൻ നോക്കും എല്ലാവരും. EMI എന്ന ഓപ്ഷൻ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ സാധാരണക്കാർക്ക് ഇങ്ങനത്തെ വില കൂടിയ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കുന്നത് തന്നെ. ഈ മൈജിയെ പോലുള്ള ആൾക്കാർക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെ വിശ്വസിച്ച് സാധനം വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സിനെ എടങ്ങാറാക്കുന്ന പരിപാടി കാണിച്ചാൽ പിന്നെ ഉണ്ടല്ലോ, എത്ര വലിയ പരസ്യങ്ങൾ ചെയ്തിട്ടും എത്ര വലിയ കോടികൾ ഒഴുക്കിയിട്ടും ഒരു കാര്യവും ഉണ്ടാവില്ല മക്കളെ. അത് ഓർത്താൽ നന്നായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വിശ്വാസത തകർന്നു കഴിഞ്ഞാൽ പിന്നെ കോടികളുടെ പരസ്യം ചെയ്തിട്ടും ഒരു കാര്യവും ഉണ്ടാവില്ല. ഒരു പട്ടിക്കുഞ്ഞു പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല. നിങ്ങൾ നിങ്ങളുടെ ഷോറൂമുകൾ പൂട്ടിപ്പോകണമെന്നൊന്നുമല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ തട്ടിപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്നും സാധാരണക്കാരായുള്ള ഉപഭോക്താക്കൾക്ക് നേരിടേണ്ടി വന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അതൊന്ന് പരിഹരിക്കാനും ഇനി ഭാവിയിൽ അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നുള്ള തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചാൽ മാത്രം മതി. കസ്റ്റമർ ഒരു പരാജയമായി വരുന്ന സമയത്ത് അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക, പുച്ഛിക്കുക, അവഹേളിക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിച്ചൊരു സാധനം 2 ദിവസം കൊണ്ട് കേടായി കഴിഞ്ഞാണെങ്കിൽ ആർക്കാരും സഹിക്കാൻ കഴിയൂല. അപ്പൊ അങ്ങനെ വരുന്നവരോട് മാന്യമായി ഇടപെട്ട് വേണ്ട പരിഹാരങ്ങൾ ചെയ്തു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മൈജിക്ക്. പക്ഷെ നിങ്ങൾ അതിന് തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരം അതിന് സമ്മതിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഇനിയെങ്കിലും അതൊന്നും പരിഹരിച്ച് മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ അധികം വൈകാതെ തന്നെ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ കൈവിടും. അത് ഓർത്താ നന്ന്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.